പഴമയുടെ ഇരുട്ടിലേക്ക് പോയ മണ്ണെണ്ണ വിളക്കുകൾക്ക് ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇന്നും വെളിച്ചമാകുന്ന ഒരു വീടുണ്ട് എറണാകുളം കറുകുറ്റിയിൽ. പഴമയുടെ വെളിച്ചവും ശാസ്ത്രജ്ഞന്റെ വിസ്മയവും ഒന്നിക്കുന്ന ഒരു അപൂർവ ശേഖരത്തിന്റെ കഥ കണ്ടുവരാം. കാലത്ത് ഓരോ വീടിന്റെയും ഹൃദയമായിരുന്നു മണ്ണെണ്ണ വിളക്കുകൾ. വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ നമ്മുടെ വഴികൾ പ്രകാശിപ്പിച്ച ആ വിളക്കുകളുടെ ശേഖരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് കരുക്കുറ്റി സ്വദേശിയായ സുനിൽകുമാർ. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണെണ്ണയിലും പാരഫിനിലും പ്രവർത്തിക്കുന്ന അപൂർവ ഉപകരണങ്ങൾ നിരവധിയാണ് സുനിൽകുമാറിന്റെ കൈവശം. പഴയകാലത്ത് കുറേ മണ്ണെണ്ണ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒട്ടുമിക്കതും ഇത് വിദേശ നിർമ്മിതങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ നിലവിൽ ഈ സംഗതി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളിത് ഉണ്ടാക്കിച്ച് ഓരോ ഭാഗങ്ങൾ അതിൻ്റെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാൻ, ഹീറ്റർ, ഓവൻ, ഫ്രിഡ്ജ്, കോഫി മേക്കർ, ടോർച്ച്, റേഡിയോ, ഇങ്ങനെ നിരവധി അപൂർവ ഉപകരണങ്ങളാണ് സുനിലിന്റെ കൈവശമുള്ളത്. 100-ലധികം വർഷം പഴക്കമുള്ള ഇവയിൽ പലതിനെയും പ്രവർത്തനക്ഷമമാക്കുക തന്നെ വലിയ വെല്ലുവിളിയാണ്. വിളക്കിന്റെ ചൂടുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന സംവിധാനവും സുനിൽ പരീക്ഷണം നടത്തി വിജയിച്ചു. ഇത് തെർമോകപ്പിൾസ് എന്ന് പറയും. ഹീറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഹീറ്റ് എനർജി ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്തിട്ട് റേഡിയോ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഒട്ടുമിക്കത് ഞാൻ വർക്ക് ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പെൻസീവ് ഗെയിമാണിത്. എന്നുവെച്ചാൽ വർക്കിംഗ് ആക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പഴമയോടുള്ള സ്നേഹവും ശാസ്ത്രത്തോടുള്ള കൗതുകവും ഒരുമിച്ചപ്പോൾ ഈ അപൂർവ ശേഖരം ലോക റെക്കോർഡും കീഴടക്കി. മീഡിയ 1 കൊച്ചി.